പരിശുദ്ധമായ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേരുന്ന അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുവാൻ ഒരുക്കത്തോടെ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടെ തുടർന്നുള്ള ആരാധനയിലും വചനപ്രഘോഷത്തിലും രോഗശാന്തി പ്രാർത്ഥനയിലുമെല്ലാം ഈശോയെ അങ്ങയുടെ അനന്തമായ കൃപ, കരുണ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സുന്ദരമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നവനായ ദൈവം, ഓസ്തിരൂപനായ യേശു ഇതാ നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വരുന്നു. ഹല്ലേലൂയ, ആഗ്രഹത്തോട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ, അഭിഷേകത്താൽ നിറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. ചേർത്ത് പാടി പ്രാർത്ഥിക്കാം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. ഉറക്കെ ഉറക്കെ പാടാം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. കരങ്ങളടിച്ചുകൊണ്ട് ചേർത്ത് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ജീവിക്കുന്നവരായ ദൈവമേ, ആരാധനായ കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. എല്ലാ സ്തുതികളും പുകഴ്ചയും എല്ലാ ആരാധനയും അങ്ങേക്ക് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, യേശുവേ, നന്ദി. ഹല്ലേലൂയ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക. കൈകൾ ഉയർത്തി. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും. അബ്രാമിൻ ദൈവമേ, അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക. അബ്രാമിൻ, അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക്. കൈകൾ ഉയർത്തി. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. 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 അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ,
കർത്താവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. 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 സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബ്രാഹാമിന്റെയും യിസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സൈന്യങ്ങൾ തൻ കർത്താവേ, അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടി ആരാധന രോഗസൗഖ്യ പ്രാർത്ഥനയും ആരംഭിക്കുകയാണ്. നമ്മുടെ സങ്കടങ്ങളും വേദനകളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമ്മൾ ചെയ്ത ഉടമ്പടി പ്രകാരം ദൈവതിരുസന്നിധിയിൽ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഈ ആരാധന നിമിഷങ്ങളിൽ ഇതുവരെ ഉടമ്പടി ചെയ്യാത്ത അനേകം മക്കൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ദേശവ്യാപകമായി ലോകമാസകലം പല പല രാജ്യങ്ങളിൽ ഈ സമയം ആരാധന കൂടുന്ന മക്കളുണ്ട്. അവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരുടെ കണ്ണുനീരും ആരാധനയിലെ ദിവ്യഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ നിന്നുകൊണ്ട് മാതാവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാകുവാൻ, അത് ഈ സമൂഹത്തിന് മുമ്പിൽ പ്രഘോഷിക്കുവാൻ എന്നെ ഒരുക്കിയെടുത്ത പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയട്ടെ. ഇത് എൻ്റെ നീസ് സിയ മരിയ, ഞാൻ ഷേർലി സുരേഷ്. ഞാൻ കോഴിക്കോട് പുതിയറയിലുള്ള CSI ചേർച്ചിൽ നിന്ന് വരുന്നു. സിയ ചെറുവണ്ണൂരിലുള്ള സേക്രഡ് ഹാർട്ട് ചേർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ ഇത് 6ാമത്തെ തവണയാണ് ഉടമ്പടി പുതുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബറിലാണ്. അതിനു മുമ്പ് ഞാൻ കൃപാസനത്തെപ്പറ്റി കേട്ടിരുന്നു. അക്രൈസ്തവനായ ഒരു സഹോദരനിൽ നിന്നും എനിക്ക് കൃപാസനം പത്രം ലഭിച്ചു. ഞാൻ ആ പത്രം വായിച്ചു. എനിക്ക് ആ കാലം മുതൽ തന്നെ ഒരു അനുഗ്രഹമായിരുന്നു. ഈ പത്രം കയ്യിൽ വെച്ചപ്പോൾ തന്നെ എനിക്കൊരു ആത്മവിശ്വാസം എവിടെ നിന്നോ കൈവന്നു. പക്ഷേ എനിക്ക് കൂടുതൽ മാതാവിനെ പറ്റി അറിഞ്ഞത് ഞാൻ 2022 ആണ്. അന്ന് ഈ പത്രം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എന്തോ ഒരു അദൃശ്യ ശക്തി എന്നിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. ഇനി മുതൽ എന്നോടൊപ്പം അമ്മയുണ്ടാകുമെന്നൊരു ബോധ്യം വന്നു. ഞാൻ വേഗം തന്നെ യൂട്യൂബിൽ ഓൺലൈനിൽ ഈ ചാനലിൽ കയറി ഉടമ്പടിയെക്കുറിച്ചും
മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും കൂടുതൽ അറിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നീട് പതിവായി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും സായാഹ്ന പ്രാർത്ഥനയിലും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലുമെല്ലാം പങ്കുകൊണ്ടിരുന്നു. 2022 ഡിസംബറിൽ എന്നെ മാതാവ് ഈ തിരുനടയിലെത്തിച്ചു. വളരെയേറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്ന് എനിക്കെൻ്റെ ജീവിതത്തിൽ ഏത് ടഫ് സിറ്റുവേഷൻ വരുമ്പോഴും എനിക്ക് തോന്നുന്നത് എൻ്റെ മാതാവ് എന്നോട് കൂടെയുണ്ടല്ലോ, ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്. എൻ്റെ മനസ്സിൽ വരുന്ന വാക്യം ഇതാണ്: ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും താമ്രവാതിലുകൾ തകർക്കുകയും ചെയ്യും. നിൻ്റെ ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയുന്നതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരും എന്ന വാക്യമാണ്. എനിക്ക് ആദ്യമായി ഞാൻ വെച്ച നിയോഗം, എനിക്ക് കാലിന് 4 വർഷമായിട്ട് പ്ലാന്റാർ ഫേഷ്യേറ്റീസ്, അതായത് ഉപ്പുറ്റി വേദന, ഭയങ്കര വേദനയായിരുന്നു എനിക്ക് കാലിന്. നിൽക്കാനൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അധ്യാപികയാണ്, അതുകൊണ്ട് തന്നെ നിന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ വളരെയേറെ വിഷമിച്ചിരുന്നു. നിയോഗം വെച്ച് ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യം ലഭിച്ചു. പിന്നീട് എൻ്റെ ഭവനത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു. ഒരു ഹൈന്ദവ സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, കോഴിക്കോട് ഭാരതീയ വിദ്യാഭവനിൽ. അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ ടീച്ചർ ഞാനാണ്. നേരത്തെ 2 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെയുള്ള അക്രവിസ്തവ സഹോദരങ്ങൾ, അവരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ടീച്ചർ ഒന്ന് പ്രാർത്ഥിക്കുമോ, ടീച്ചറുടെ ആലപ്പുഴയിലുള്ള മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുമോ, ഞാൻ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അവരൊക്കെ നേർച്ചയിടാൻ പണം തന്നേക്കും. അങ്ങനെ ആ സഹോദരങ്ങളുടെ ഇടയിലും നമ്മുടെ മാതാവിനെ പ്രഘോഷിക്കാൻ പറ്റി എന്നതും മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരു വിശ്വാസി സമൂഹം എനിക്ക് അവിടെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും. ഇനി ഞാൻ ആദ്യമായി ഇവിടെ പറയാൻ പോകുന്ന ഏറ്റവും വലിയ സാക്ഷ്യം എൻ്റെ നീസ് സിയ മരിയയുടെ ജീവിതത്തിലേക്ക് മാതാവ് ഇറങ്ങി വന്നു തന്ന അനുഭവമാണ്. അതായത് സിയ മരിയ BSc നഴ്സിംഗ് കഴിഞ്ഞു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം മോള് സൗദിയിലേക്ക് പോകാനുള്ള ഡാറ്റ ഫ്ലോ ഒക്കെ കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എക്സാമിന് അപ്ലൈ ചെയ്തു, എല്ലാം റെഡിയായിരുന്നു. ആ സമയത്താണ് എക്സാമിന് വിളിച്ച സമയത്ത് മോളുടെ പാസ്പോർട്ട് എംബസിയിലായിപ്പോയി. മകളോട് എന്തെങ്കിലും ഒരു ക്ലിയർ പ്രൂഫ് കൊണ്ടുവരണം എന്ന് അവർ പറഞ്ഞിരുന്നു. സൈനുള്ള ഒരു പ്രൂഫ് വേണം എക്സാം എഴുതണമെങ്കിൽ. എങ്കിൽ പാൻ കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ പാൻ കാർഡിൽ സൈനുമില്ല. ആകെ മോള് വിഷമിച്ചു. എക്സാം എഴുതാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇത് നഷ്ടപ്പെട്ടാൽ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ. അത് ഏതാണ്ട് 30,000 അതിന് എക്സാം ഫീയും വരും. സാമ്പത്തികമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ വിഷമത്തോടെ നിന്നു. ഒരു നോട്ടറി വക്കീലിൻ്റെ അടുത്ത് നിന്നും സാക്ഷ്യപ്പെടുത്തി പോകാമെന്ന് വിചാരിച്ചു. ചെന്നപ്പോൾ വക്കീലിനെ കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ 2 പേരും വളരെ വിഷമത്തോടെ നടക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണം. ഒരു പ്രൂഫ് ഇല്ലാതെ എന്തായാലും ഈ എക്സാം എഴുതാൻ സാധിക്കില്ല. അമ്മ മാത്രമേ ഞങ്ങളെ സഹായിക്കാനുള്ളൂ. ഉടനെ എൻ്റെ മനസ്സിലേക്ക് അമ്മ ഒന്ന് പറഞ്ഞു, ആ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ID കാർഡ് കയ്യിൽ കരുതിക്കോളാൻ. ഞാൻ മോളോട് പറഞ്ഞു, മോളെ, ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കളും അതുപോലെ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ID കാർഡും എടുത്ത് മോള് ധൈര്യമായി തിരുവനന്തപുരത്തേക്ക് പോയിക്കൊള്ളൂ. മാതാവ് നമ്മളെ കൈവിടില്ല. മകളും ഉടമ്പടി എടുത്തിരുന്നു. എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് മകളും ഉടമ്പടി എടുത്തിരുന്നു. മകൾ തിരുവനന്തപുരത്തേക്ക് യാത്രയായി. ഞങ്ങൾ ഫാമിലി ഒന്നാകെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മോൾ എക്സാമിന് വേണ്ടി അവിടെ ഹാളിൽ ചെന്നു. അവർ മോളുടെ ഡേറ്റാസ് എല്ലാം പരിശോധിച്ചു. അപ്പോഴൊന്നും അവർ പറഞ്ഞു, എക്സാം എഴുതാൻ സാധിക്കില്ല, ക്ലിയറായ നിങ്ങളുടെ സൈനുള്ള ഒരു പ്രൂഫുമില്ല, എംബസിയിൽ നിന്ന് പാസ്പോർട്ട് വന്നാലല്ലാതെ എഴുതാൻ പറ്റില്ല. മകൾ അവിടെ നിന്ന് കരഞ്ഞു. മാതാവിൻ്റെ ഉടമ്പടി കാശിരുമ്പോൾ മകൾ മുറുകെ പിടിച്ചു നെറ്റിയിൽ തൈലം പൂശി മാതാവേ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ മകൾ അവിടെ നിന്നു. അപ്പോൾ മോളുടെ കയ്യിലിരുന്ന ഫയൽ വളരെ ട്രാൻസ്പെറൻ്റായ ഒരു ഫയലായിരുന്നു. അവിടെ ഇരുന്നൊരു എക്സാമിനർ ചോദിച്ചു, അതെന്താണ് കുട്ടി ആ കാർഡ് കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മോൾ പറഞ്ഞു, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ID കാർഡാണ്, ഒന്ന് തരൂ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവരത് കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ എല്ലാം മോളെ പറ്റിയുള്ള ഡേറ്റാസ് എല്ലാം അതിൽ ക്ലിയറായി വന്നു. ഇത് മാതാവ് നേരിട്ട് തന്ന അത്ഭുതമാണ്. ഇതാണ് എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് ദൈവം തന്ന അത്ഭുതം. മകൾ എക്സാം എഴുതാൻ കയറുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് മനോവേദി അനുഭവിച്ചു. എങ്കിലും മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മകൾ എക്സാം എഴുതി, എക്സാം പാസ്സായി, വിസ വന്നു. ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടിയേ വരാനുള്ളൂ. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ മകൾ ആ ടിക്കറ്റ് വരും. അപ്പോൾ സൗദി അറേബ്യയിലേക്ക് പോകും. ഇത് മാതാവ് നേരിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ സാക്ഷ്യം മകൾ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. മാതാവും
തിരുക്കുമാരനും മകളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ഇനി സൗദിയിൽ ചെന്നാലും ഓൺലൈനിൽ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുമെന്ന് മകൾ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് കുറേ കടബാധ്യതകളുണ്ടായിരുന്നു, അത് വീട്ടുവാൻ മാതാവ് സഹായിച്ചു. എൻ്റെ മക്കളുടെ ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഓട്ടോ ഡ്രൈവർമാർക്കും കച്ചവടക്കാർക്കും അക്രൈസ്തവരിലാണ് ഞാൻ കൂടുതൽ പ്രവർത്തിക്കുന്നത്. പിന്നെ CSI സഭാംഗങ്ങൾ അങ്ങനെ മാതാവിൽ വിശ്വാസമുള്ളവരല്ല. ഞാൻ ജനിച്ചു വളർന്നത് കത്തോലിക്ക സഭയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിശ്വാസം അവരിലേക്ക് പകർന്നു. അങ്ങനെ അവരും കുറേ പേർ എന്നോട് പത്രം സ്ഥിരമായി ചോദിച്ചു വാങ്ങും. പള്ളിയിലെ അച്ഛന്മാർ പോലും എന്നോട് പത്രം വായിക്കും. അവർ ആ മാതാവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. പിന്നെ ഓട്ടോ ഡ്രൈവേഴ്സൊക്കെ ഒരു 20 lakhs കടബാധ്യത എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു ഹയർ ഗ്രേഡ് പ്രൊമോഷൻ ജോലി ലഭിച്ചു. മക്കളുടെ ബിസിനസ്സും അഭിവൃദ്ധിപ്പെട്ടതോടെ ഏതാണ്ട് ഞങ്ങൾക്ക് ആ കടബാധ്യതകൾ ഞങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾ ആ കടബാധ്യതകൾ ഒരിക്കലും എൻ്റെ മനസ്സിനെ ആകുലപ്പെടുത്താറില്ല. കാര്യം എപ്പോഴും മാതാവ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുപോലെ ഞാൻ ഇടവകയിൽ പാവപ്പെട്ട ആളുകൾക്കൊക്കെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാനുള്ളപ്പോൾ ചെയ്യും. ഭക്ഷണ കിറ്റൊക്കെ അരി സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള കിറ്റുകളൊക്കെ വിതരണം ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥനയിൽ ഇങ്ങനെ നിൽക്കും. ഹോസ്പിറ്റലുകളിൽ കൊണ്ട് പത്രം കൊടുക്കും. പിന്നെ ചർച്ചിൻ്റെ CSI സഭയിൽ പാസ്റ്ററേറ്റ് കൗൺസിൽ മെമ്പേഴ്സായിട്ട് സ്ത്രീകൾക്കും പങ്കുചേരാം. അങ്ങനെ ഞാൻ ഇടവകയിലെ എല്ലാ ശുശ്രൂഷകളിലും സഭയിലെ അച്ഛനോടൊപ്പം നിന്ന് അസിസ്റ്റ് ചെയ്യാറുണ്ട്. സഭയിൽ വചനപ്രഘോഷണം നടത്താറുണ്ട്. ഇതെല്ലാം എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്നതാണ്. അനേകം ആളുകൾക്ക് ഈ ഉടമ്പടി സാക്ഷി അവരുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ മമ്മി ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ മമ്മിയുടെ ഒരാളുടെ പ്രാർത്ഥനയുടെ മെറിറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ആ എക്സാം എഴുതിയത്. കാരണം അവസാനം എംബസിക്കാർ എന്നെ കൈവിട്ടു. ഞാൻ സൗദി കമ്മീഷൻ മെയിൽ അയച്ചു. അവരും പറഞ്ഞു എക്സാം ക്യാൻസൽ ചെയ്തേ പറ്റും. വിസ ഓൾറെഡി എംബസിയിൽ അറ്റസ്റ്റേഷൻ പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ എക്സാം എഴുതിയില്ലെങ്കിൽ എനിക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള മെറിറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് ചെല്ലുന്നത്. മമ്മി എന്നോട് ആ ID കാർഡ് എടുക്കാൻ പറഞ്ഞെങ്കിലും ആ ID കാർഡൊന്നും ഒരു ഇൻ്റർനാഷണൽ എക്സാമും ഒരു ഹോസ്പിറ്റൽ ID വെച്ച് എഴുതാൻ പറ്റുമോ എനിക്കറിയില്ല. അങ്ങനെ ആരും ഇതുവരെ അവിടെ എഴുതിയിട്ടുമില്ല. പക്ഷേ അന്ന് ആ എക്സാം ഹാളിൽ എനിക്കറിയില്ല, അതും ആ എക്സാം ഹാളിലുള്ള സെക്യൂരിറ്റിയാണ് ആ ഒരു ID കാർഡ് കണ്ടത്. ഞാനത് എടുത്ത് കാണിച്ചിട്ട് പോലുമില്ല. എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് മാതാവിൻ്റെ കാശുരൂപവും പിന്നെ ഇവിടുന്ന് ഞാൻ വാങ്ങിച്ച ചെറിയൊരു മാതാവിൻ്റെ സ്റ്റാച്ചു മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും ആ സെക്യൂരിറ്റി നോക്കിക്കൊണ്ട് നിന്നിട്ടാണ് എന്നോട് പറഞ്ഞത്, ഇയാളുടെ ഫയലിൽ എന്തോ ഒന്ന് ഞാൻ കാണുന്നുണ്ട്, അതൊന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ കാർഡാണ്, ഇതുകൊണ്ടൊന്നും, കാരണം ഞാൻ ആധാർ കാർഡ് കാണിച്ചു, എൻ്റെ SLC സർട്ടിഫിക്കറ്റ് കാണിച്ചു, പാൻ കാർഡ് കാണിച്ചു, അതൊന്നും ഒരു വാലിഡ് ആയിട്ടുള്ള പ്രൂഫായിട്ട് അവരെടുത്തില്ല. പക്ഷേ എൻ്റെ ഈ ഹോസ്പിറ്റൽ ID ആണ് ഹോസ്പിറ്റൽ IDയും ATM കാർഡും. ഒരിക്കലും ഒരു സൗദി എക്സാം, ഒരു ഇൻ്റർനാഷണൽ എക്സാം പാസ്പോർട്ട് ഇല്ലാതെ എഴുതുന്നത് ഞാനൊരാളായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്ന് എനിക്ക് നേരിട്ട് തന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും കോടാനുകോടി നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തോത്ര, യേശുവെ ആരാധന. എൻ്റെ പേര് സോണിയ PC. ഞാൻ വരുന്നത് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് വലിയപള്ളി മീനടം കോട്ടയത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 3/3/2022 ഞാൻ ഉടമ്പടി എടുക്കാൻ ഇടയായ സാഹചര്യം മാതാവ് എനിക്ക് 2019 ചെയ്തു തന്ന ഒരനുഗ്രഹത്തിന് നന്ദി സൂചകമായി ഞാൻ നേർന്നാണ് 2022 ഉടമ്പടി എടുത്തത്. 2019 എൻ്റെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടതാണ്. സെക്കൻഡ് കുഞ്ഞിനെ ഞാൻ പൂർണ്ണ ഗർഭിണിയായിരിക്കെ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു ദിവസം മൊത്തം എനിക്ക് കുഞ്ഞിൻ്റെ അനക്കം വയറ്റിൽ അറിയാൻ പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പം എൻ്റെ അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ പൂശി അമ്മയും അനിയത്തിയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ പറ്റി. അത് എനിക്ക് മാതാവ് തന്ന ഒരു അനുഗ്രഹമായിരുന്നു. അതേ കുഞ്ഞിനെ തന്നെ ഞാൻ സിസേറിയന് വേണ്ടി തലേദിവസം അഡ്മിറ്റായപ്പം അവിടെ ഒത്തിരി പേര് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സിസ്റ്റർ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഫോൾ ആവുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഫിസിക്കലായിട്ട് ഒരു സിംറ്റവും ഇല്ലായിരുന്നു. എനിക്ക് മനസ്സിലായില്ല എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റാണ്. പെട്ടെന്ന് സിസ്റ്റർമാരും OPയിലിരുന്ന ഡോക്ടറും എല്ലാം എൻ്റെ സൈഡിലേക്ക് ഓടി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റാണ് ഫോൾ ആകുന്നതെന്ന്.
ഞാനൊരു നേഴ്സാണ്. അതുകൊണ്ട് സിസ്റ്റർ 70-ൽ നിന്നും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് 50-ലേക്ക് ഫോൾ ആവുന്നെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. ഞാൻ പെട്ടെന്ന് അവരെല്ലാം എൻ്റെ ചുറ്റും കൂടി നിന്നു. അവരെന്നോട് സൈഡ് ചെരിഞ്ഞ് ബ്രെത്ത് എടുക്കുക, ഡീപ് ബ്രീത്ത് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ കൈകൾ കൂപ്പി എൻ്റെ കൃപാസന മാതാവേ എന്ന് ഞാൻ വിളിച്ചു. ആ നിമിഷം തന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് 70-ൽ നിന്നും 135-ലേക്ക് റൈസ് ആയി എന്ന് സിസ്റ്റർ പറഞ്ഞു എനിക്ക് കേൾക്കാനിടയായി. അതെൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. അന്ന് ഞാൻ നേർന്നാണ് 2022-ൽ ഉടമ്പടി എടുക്കൂ എന്നുള്ളത്. പക്ഷേ 2022-ലല്ല, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കൂ എന്നുള്ളത്. പക്ഷേ എനിക്ക് കുഞ്ഞുണ്ടായതിന് ശേഷം ഉള്ള ജീവിത സാഹചര്യവും ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാധിച്ചില്ല. പക്ഷേ രണ്ടാമത്തെ കുഞ്ഞിനെ പൂർണ്ണ ഗർഭിണിയായിരിക്കും എനിക്ക് ആ ചിന്ത എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നു. മാതാവ് എനിക്ക് തന്ന കുഞ്ഞാണ് ആദ്യത്തെ കുഞ്ഞ്. രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ അതേപോലെ പൂർണ്ണ ഗർഭിണിയായി. അപ്പം ഞാൻ മാതാവിനോട് നന്ദികേടാണ് കാണിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് എൻ്റെ ഉള്ളിലുണ്ടായി. അതിനാൽ ഞാൻ ഇവിടെ വന്ന് 3/3/2022 ഉടമ്പടി എടുത്തു. ഉടമ്പടി ഞാൻ വെച്ച നിയോഗം, ഞാൻ നഴ്സിംഗ് ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജോലി ഒരു ഉയർച്ച, പ്രൊമോഷൻ കിട്ടുന്നതിനും എനിക്കൊരു സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നതിനും, അതുപോലെ ഞാൻ കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി ചെയ്തത്. അപ്പോൾ എനിക്ക് പെർമനൻറ്റ് ജോലി ആകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി വെച്ചത്. ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്ക് മാതാവ് എൻ്റെ ജോലി പെർമനൻ്റ് ആക്കി തരികയും അതുപോലെ തന്നെ എനിക്ക് പ്രൊമോഷൻ തരികയും അതുപോലെ തന്നെ എൻ്റെ സാലറി ഇൻക്രിമെൻറ്റ് തരികയും ചെയ്തു. ഞാൻ കോൺട്രാക്ട് സ്റ്റാഫ് ആയിരിക്കുകയാണ് ഞാൻ മെറ്റേണിറ്റി ലീവിൽ പോയത്. അപ്പം എനിക്ക് ലോസ് ഓഫ് പേ ആണുള്ളത്, നമുക്ക് സാലറി കിട്ടത്തില്ല. അപ്പോൾ 6 മാസത്തോളം ഞാൻ ലീവിൽ സാലറി ഇല്ലാതാണ് പോയത്. ഞാൻ യൂട്യൂബിൽ കൃപാസനത്തിനകത്ത് സെർച്ച് ചെയ്തപ്പം മരിയൻ ഉടമ്പടി നൊവേന എന്ന് പറഞ്ഞ് 9 ഡേയ്സിൻ്റെ പ്രയർ കണ്ടു. അപ്പം ഞാൻ ഇങ്ങനെ കുഞ്ഞിനെ നോക്കി വീട്ടിൽ ഇരിക്കുകയാണല്ലോ. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ 9 ഡേയ്സിൻ്റെ പ്രയർ ഞാൻ 2 ഡേയ്സ് കൊണ്ടേ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അതിലെല്ലാം ഞാനിങ്ങനെ എൻ്റെ മെറ്റേണിറ്റിക്ക് പൈസ ഇല്ലല്ലോ എന്നുള്ള കാര്യം ഓർത്ത് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റി ലേബർ കമ്മീഷൻ വരികയും അവരുടെ റൂൾ ചേഞ്ച് ചെയ്യുകയും ഞാൻ തൊട്ട് പിന്നെ മെറ്റേണിറ്റി ലീവിൽ പോയ സ്റ്റാഫിനെല്ലാം മെറ്റേണിറ്റി ഫുൾ സാലറിയോടുകൂടി തരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ 6 മാസത്തെ സാലറി എനിക്ക് ലഭിക്കുകയുണ്ടായി. അതെൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ പറഞ്ഞില്ല. ഞങ്ങളൊരു സ്ഥലം മേടിക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്തു. പക്ഷേ മേടിക്കാനുള്ള എമൗണ്ട് ഞങ്ങളുടെ ഇല്ലായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾ ലോണിന് വേണ്ടി അപ്രോച്ച് ചെയ്തെങ്കിൽ അതൊന്നും ലഭിക്കുകയുണ്ടായില്ല. ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വഴിയോടുകൂടി മേടിക്കാൻ സാധിച്ചു. അത് മാതാവ് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനുവേണ്ടി അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ജീവിത സാഹചര്യം എല്ലാം വെച്ച് എങ്ങനെ തുടർന്ന് പഠിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒത്തിരി യൂണിവേഴ്സിറ്റികളുടെ നോട്ടിഫിക്കേഷൻ നോക്കി. അതൊക്കെ ദൂരെ പോയി നമുക്ക് അപ്ലൈ ചെയ്യണം, അതിൻ്റെ ഡേറ്റുകൾ ഒത്തിരി ലീവ് എടുത്ത് പോകേണ്ടി വരും, കുഞ്ഞുമൊക്കെ ആയിട്ട് പാടാണ്. അപ്പം ഞാൻ ഈ ചിന്ത ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനത് ഉടമ്പടി നിയോഗം വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഏറ്റവും നല്ലതായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെ എനിക്ക് അപ്ലൈ ചെയ്യുവാനും അവർക്ക് അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടുവാനും നല്ല ഒരു ഗൈഡിനെ ലഭിക്കുവാനും ഇടയായി. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചതല്ല. മാതാവിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു എലിജിബിലിറ്റിയോ അതിനുള്ള മെറിറ്റോ ക്രെഡിറ്റോ ഉള്ള ആളൊന്നുമല്ല. പക്ഷേ മാതാവ് എന്നോട് കാരുണ്യം കാണിച്ചു. അമ്മ മാതാവിന് ഞാൻ 1 കോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഉണ്ടായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അത് ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും കുഞ്ഞുങ്ങൾക്കുണ്ടായ ചെറുതും വലുതുമായ രോഗങ്ങളിലും എനിക്ക് സ്വന്തമായി ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സൗഖ്യം ലഭിക്കുകയുണ്ടായി. അതിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ 1 മാസത്തിൽ പരമായിട്ട് ഞങ്ങൾക്ക് അതിർത്തി തർക്കം ഉണ്ടായിരുന്നു. ഞാൻ കോട്ടയം ഏരിയയിൽ നിന്നാണ് വരുന്നത്. എല്ലാവർക്കും അറിയാം അവിടെയൊക്കെ ഇങ്ങനെ തട്ടായിട്ടാണ് ഭൂമി വരുന്നത്. അപ്പം ഞങ്ങൾ വീടിൻ്റെ തൊട്ട് മേളിലുള്ള ആൾക്കാരുടെ അവരുടെ വീട് പണിയുന്നതിനോടായിട്ട് ബന്ധപ്പെട്ട് അവരവരുടെ കയ്യാല മൊത്തം പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ഫുള്ള് മഴയുള്ള സമയമാണ്, ജൂൺ മാസം ഫുള്ള് മഴയാണ്. അന്നേരം ഞാനുണ്ട്, എൻ്റെ ന്യൂ ബോൺ ബേബിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വെള്ളത്തിന് ഒത്തിരി ആവശ്യമുള്ള സമയമാണ്. അവരുടെ വീട്ടിലെ ഡ്രെയിനേജ് മൊത്തം വന്ന് ഒഴുകുന്ന ഞങ്ങളുടെ കിണറ്റിലോട്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവരോട് കിണർ കെട്ടിത്തരണമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് കെട്ടിത്തരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അതിനെ തമ്മി തർക്കമൊക്കെ ഉണ്ടായി. പക്ഷേ പോലീസുകാരൊക്കെ വന്ന് പറഞ്ഞിട്ടും അവരത് ചെയ്യാൻ അവർക്ക് എമൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. ഒരാൾക്ക് എമൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിയമത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതൊത്തിരി ഏരിയ ഉണ്ടായിരുന്നു, നമ്മളെക്കൊണ്ട് പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ അതിർത്തിയിൽ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി 3 ദിവസം തുടർച്ചയായി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് 2 മാസത്തോളം സമയം വേണമെന്ന് പറഞ്ഞ സ്ഥലം അവർ ആ 4ാമത്തെ ദിവസം, ഞാൻ 3 ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ അവർ പണി ആരംഭിക്കുകയും വെറും കല്ല് വെച്ച് കെട്ടിത്തരുമെന്ന് ഞങ്ങൾ വിചാരിച്ച സ്ഥലം അവർ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് കെട്ടി ഏറ്റവും മനോഹരമാക്കി തരികയും ചെയ്തു. അവിടുത്തെ ആൻറ്റി അവിടെ നിന്നുകൊണ്ട് എന്തിനാ ഇത്രയും നന്നായിട്ട് പണിതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നത് ഞങ്ങൾ കേൾക്കാനിടയായി. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്നു.
പറയാനാണ് ഒരുപാടുണ്ട്. ഇത്രയും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരാനുള്ള ഒരു ശ്രേഷ്ഠതയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അതുപോലെ മെഡിക്കൽ കോളേജിൽ, താലൂക്ക് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലെല്ലാം കൃപാസനം പത്രം ഞാൻ വിതരണം ചെയ്തു. പിന്നെ ഞാൻ എവിടെയാണോ എനിക്ക് എക്സ്റ്റേണലായിട്ട് ഡ്യൂട്ടി കിട്ടുന്നത് അവിടെ എല്ലാം പോകുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിലാണ്, അവിടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലാണ്, അവിടെ ഞാൻ എല്ലാവർക്കും കൃപാസന പത്രം കൊടുക്കുമായിരുന്നു. ആരെയെല്ലാം റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോഴും എനിക്ക് മാതാവിൻ്റെ സന്നിധിയിൽ ഒരു പോയിൻ്റ് കൂടുതൽ കിട്ടിയല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴൊന്നും അല്ലെങ്കിലും എന്നെക്കൊണ്ട് സാധിക്കുന്ന സമയങ്ങളിൽ പൊതിച്ചോറുകൾ ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. പാവങ്ങൾക്ക് ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും അല്ലാതെയൊക്കെ നെറ്റിലൊക്കെ ആണെങ്കിലും പാവങ്ങൾക്ക് സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞത് എന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അന്നേരം അതിലെല്ലാം ഞാൻ നോട്ടായിട്ട് കൃപാസന മാതാവെന്ന് ഞാനിങ്ങനെ വെക്കാറുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും അല്ലെങ്കിലും ഞാൻ സമയം നോക്കാറില്ല, എന്നാലും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാ ദിവസവും ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. ഒരാളോടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ സംസാരിച്ച് അത് കൃപാസന മാതാവിനെക്കുറിച്ച് സംസാരിക്കാതെ ഞാൻ ആ സംസാരം സ്റ്റോപ്പ് ചെയ്യുകയില്ല. മാതാവ് എനിക്ക് അങ്ങനെ അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ ഞാൻ 2 ജപമാല റാലിയിൽ ഇവിടെ പങ്കെടുക്കാൻ ഇടയായി. ഒരു ജപമാല റാലി ഞാൻ ഫാമിലിയായി വന്ന് വഴിയിൽ നിന്ന് പങ്കെടുത്തവർക്കൊക്കെ ഞങ്ങൾ ബണ്ണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ മാതാവുമായി ചേർന്ന് നിൽക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. ഇനി എൻ്റെ മരണം വരെയും ഞാൻ മാതാവിനോട് സത്യസന്ധമായി ജീവിതം പുലർത്തുമെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. തുടർന്നും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും മാതാവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി. ആവേ മരിയ.